നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൂഫാൻ അടിച്ചു. ഇപ്പോൾ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും മുഴങ്ങുന്ന ഒരു വൈറൽ പ്രയോഗം. തൂഫാൻ എപ്പോൾ എവിടെ കയറി ആഞ്ഞു വീശുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. പോലീസും ഇന്റലിജൻസും ഒക്കെ ചേർന്നാണ് പല നീക്കങ്ങളും. ശരിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അഭിമാനിക്കാം. ഓപ്പറേഷൻ തൂഫാൻ കേരളം അങ്ങ് ഏറ്റെടുത്തു. ഇന്നലെ കോഴിക്കോട് വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു സുന്ദരിയും സുന്ദരനും ചെറുപ്പക്കാരാണ്. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി നടന്ന പരിശോധന. പോലീസിനെയും ഡാൻസ് ഓഫ് ടീമിനെയും കണ്ട് ഇരുവരും ഭയന്നു. പരിശോധനയ്ക്കിടെ വാഹനം ഉപേക്ഷിച്ച് യുവതിയും യുവാവും ഓടി രക്ഷപ്പെട്ടു. ഉപേക്ഷിച്ച വാഹനത്തിലിതാ 7 ഗ്രാമോളം MDMA. കോഴിക്കോട് നന്മണ്ട സ്വദേശി അനന്തു, പുതിയാപ്പ സ്വദേശി പണ്ടാരക്കണ്ടി താഴത്ത് കീർത്തന എന്നിവരാണ് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടത്. മുമ്പ് മയക്കുമരുന്ന് കേസിലും ഒരു യുവതിയെ ജീപ്പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയായിരുന്നു അനന്തു. കോഴിക്കോട് യുവതി യുവാക്കൾക്ക് മുറികൾ വാടകയ്ക്കെടുത്ത് നൽകി MDMA വിൽപ്പന നടത്തുന്നയാളാണ് കീർത്തന. ഇത്തരം നിരവധി പ്രതികളെയാണ് ഇതിനകം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് വരെ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ച് 10 ദിവസങ്ങൾക്കുള്ളിൽ 1442 ലഹരി കേസുകൾ എടുത്തു. 1559 പേരെ അറസ്റ്റ് ചെയ്തു. 1.13 കിലോ MDMA പിടിച്ചെടുത്തു. 111.58 കിലോ കഞ്ചാവാണ് ഇതിനകം പിടികൂടിയിരിക്കുന്നത്. 2026 ജൂൺ 1 ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പോലീസ് വേട്ടയാണ് ഇപ്പോൾ പൂർണ്ണ വിജയം കൈവരിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപക ലഹരി വിരുദ്ധ ദൗത്യമായി ഇതിനെ കാണുന്നു. സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്ന ലഹരി ശൃംഖലകളെ തകർക്കുകയായിരുന്നു ഓപ്പറേഷൻ തൂഫാന്റെ മുഖ്യ ലക്ഷ്യം. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി MDMA പോലെ സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ വ്യാപനം ശക്തമായി. വിദ്യാർത്ഥികളിലേക്കുള്ള ലഹരി ഒഴുക്ക് വലിയ തോതിൽ. അന്തർ സംസ്ഥാന ലഹരി മാഫിയ കേരളത്തിൽ പിടിമുറുക്കി. കേരളത്തിൽ നിരവധി യുവതി യുവാക്കളാണ് ഇവരുടെ വലയിൽ അകപ്പെട്ടത്. ഓൺലൈൻ, സോഷ്യൽ മീഡിയ, ഡാർക്ക് വെബ് അധിഷ്ഠിത വിതരണ ശൃംഖലകൾ ശക്തമായി. പോലീസിനോ രഹസ്യാന്വേഷണ വിഭാഗത്തിനോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതിസങ്കീർണമാണ് ഇവരുടെ വിതരണ ശൃംഖല. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ മാഫിയ കണ്ണികൾ പടർന്നു പിടിച്ചു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇവർ പല വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. മയക്കുമരുന്ന് കച്ചവടത്തിനായി ബംഗ്ലാദേശികൾ അടക്കമുള്ള വലിയ ക്രിമിനലുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും തമ്പടിച്ചു. ചിലർ കരിക്ക് വിൽപ്പന, മറ്റു ചിലർ തട്ടുകട, ചായ വിൽപ്പന തുടങ്ങി പല വേഷങ്ങളിൽ അവർ കേരളത്തിലെ നിരത്തുകളിൽ നിരന്നു. സ്കൂളുകളോടനുബന്ധിച്ച് മിഠായി വിൽപ്പന എന്ന പേരിൽ ചെറിയ തട്ടുകടകൾ പോലും ഇവരിട്ടു. വലിയ വിതരണക്കാരും ഇടനിലക്കാരുമൊക്കെ ഈ മേഖലയിൽ പിടിമുറുക്കി. കടുത്ത ശൃംഖല ശക്തമായി. ഒപ്പം പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണയും. സ്കൂൾ, കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ വിപണന സംവിധാനങ്ങൾ അവരൊരുക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ബസ് സ്റ്റാൻഡുകൾ, പൊതു ഇടങ്ങൾ എന്നിവയൊക്കെ ഇപ്പോൾ ലഹരി മാഫിയയുടെ കൈപ്പിടിയിലൊതുക്കി. ആന്ധ്രാപ്രദേശ്, കർണാടക, ഒഡീഷ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ ലഹരി കേരളത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കി എന്ന ആരോപണമുയരുന്നു. CPM-മായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ പോലും ഇടക്കാലത്തുയർന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ ലഹരി മാഫിയയെ പൊതുജനങ്ങൾ ഭയന്നു. ലഹരി മാഫിയയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരം പോലീസിന് ചോർത്തിക്കൊടുത്താൽ അവരുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്ന സ്ഥിതി. കേരളത്തിലെ ലഹരി കച്ചവടത്തിൽ വലിയ ക്രിമിനലുകൾ കടന്നുകൂടി. അന്തർ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന വലിയ ക്രിമിനൽ നെറ്റ്വർക്കുകൾ കേരളത്തിൽ പിടിമുറുക്കിയതോടെ ലഹരി മാഫിയ തൊടാൻ വയ്യാത്ത നിലയിലായി പോലീസ് സേന. മുൻപൊക്കെ ലഹരി മാഫിയ കണ്ണികളായി അറസ്റ്റ് ചെയ്യപ്പെടുന്നവരിൽ ഭൂരിഭാഗവും താഴെത്തട്ടിലുള്ളവർ. വലിയ സാമ്പത്തിക ശൃംഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പലപ്പോഴും പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിരുന്നില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രത്യേക പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ. പിന്നീട് തൂഫാൻ കേരളത്തിൽ ആഞ്ഞു വീശുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ മന്ത്രിസഭ അധികാരത്തിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ യുവതികളുടെ ഭാഗത്തു നിന്ന് പോലും പല പരാക്രമങ്ങളും നമ്മൾ കണ്ടു. കോട്ടയം ചിങ്ങവനത്ത് ഉടുതുണി പറിച്ച് അഴിഞ്ഞാടിയ ഒരു യുവതി മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. പിന്നീട് ആലുവയിൽ ഒരു യുവതിയും യുവാവും ചേർന്ന് കാട്ടിക്കൂട്ടിയ വിക്രിയകൾ. ഏതാനും ചില ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പേരുണ്ടാക്കാനുള്ള രമേശ് ചെന്നിത്തലയുടെ തന്ത്രമായി ചിലർ ഓപ്പറേഷൻ തൂഫാനെ കണ്ടു. എന്നാൽ വലിയ വിതരണ ശൃംഖലകളിലേക്ക് നൊടിയിടയ്ക്കുള്ളിൽ കടന്നു കയറിയ പോലീസ് കേരളത്തെ അത്ഭുതപ്പെടുത്തി.
പോലീസിന് ആത്മവിശ്വാസം പകർന്നാൽ അവർക്കൊപ്പം ഒരു ആഭ്യന്തരമന്ത്രിയും സർക്കാരും നിലയുറപ്പിച്ചാൽ അതിസാഹസികമായി ക്രിമിനലുകളെ തൂക്കിയെടുക്കാൻ ഒരു മടിയുമില്ല നമ്മുടെ പോലീസ് സംവിധാനത്തിന്. അത് വീണ്ടും തെളിയിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ. ആദ്യ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടായിരുന്നു തൂഫാന്റെ തുടക്കം. വിവിധ ജില്ലകളിലായി 200 മുതൽ 300 വരെ അറസ്റ്റുകൾ ആദ്യ ദിനം നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകളും റെയ്ഡുകളും തുടർന്നു. ആദ്യ 3 ദിവസത്തിനുള്ളിൽ 728 കേസുകൾ, 795 അറസ്റ്റ്. ജൂൺ 4-ാം തീയതി വരെ 340 കേസുകൾ, 368 അറസ്റ്റ്. ഓപ്പറേഷൻ തൂഫാൻ ഗ്രാഫ് അങ്ങനെ മുകളിലേക്ക് ഉയർന്നു. സ്കൂളുകളിലേക്കും സമൂഹത്തിൻ്റെ മറ്റിടങ്ങളിലേക്കുമൊക്കെ ആഭ്യന്തരമന്ത്രി ഓടിയെത്തി. ഓപ്പറേഷൻ തൂഫാൻ വ്യത്യസ്തമായതോടെ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ കയ്യടികൾ ലഭിച്ചു. എല്ലാറ്റിനുമൊടുവിൽ സംസ്ഥാന പോലീസ് മേധാവി ചില വെളിപ്പെടുത്തലുകൾ നടത്തി. കേരളത്തിലേക്ക് ലഹരി എത്തുന്ന പ്രധാന ഉറവിടങ്ങളെക്കുറിച്ച് നിർണായക വിവരം പോലീസിന് ലഭിച്ചുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആന്ധ്ര, ഒഡീഷ അതിർത്തി മേഖല, ബംഗളൂരു ചില വിമാനത്താവളങ്ങൾ എന്നിവ പ്രധാന വിതരണ പാതകളായി മാറിയിരിക്കുന്നു. വിമർശകർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഭ്യന്തരമന്ത്രിക്ക് ബാധ്യതയുണ്ട്. ഇപ്പോൾ പിടിയിലാകുന്നത് ചെറിയ വിതരണക്കാരും ഉപഭോക്താക്കളും മാത്രമാണോ, അതോ വലിയ മാഫിയ തലവന്മാർ വല പൊട്ടിച്ച് രക്ഷപ്പെടുന്നു? സിനിമ, രാഷ്ട്രീയം, കായികം തുടങ്ങിയ മേഖലകളിലെ അതീവ പ്രമുഖ വ്യക്തികൾക്കെതിരെ എന്തുകൊണ്ട് വലിയ നടപടികൾ ഇതുവരെ നീളുന്നില്ല? നിരവധി പെഡ്ലർമാർ, അന്തർജില്ലാ വിതരണക്കാർ, മുൻ ലഹരി കേസുകളിലെ പ്രതികൾ എന്നിവരൊക്കെ ഇപ്പോൾ പോലീസ് പിടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് DGP വിശദീകരിക്കുന്നു. സപ്ലൈ ചെയിനുകൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ പോലീസ് സേന നീങ്ങുന്നത്. ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയമായി മാറും എന്ന ആത്മവിശ്വാസം ആഭ്യന്തരമന്ത്രിക്ക്. ഓപ്പറേഷൻ തൂഫാനിലൂടെ 1 കിലോഗ്രാമിലധികം MDA പിടിച്ചെടുത്തത് പോലീസിനൊരു പൊൻതൂവൽ തന്നെയാണ്. രാസലഹരിയിൽ കേരളം മുങ്ങിത്താഴുന്ന കാഴ്ച ഒരു പതിറ്റാണ്ടിലേറെയായി നമ്മെ വേദനിപ്പിക്കുന്നു. നഗരമേഖലകൾ കേന്ദ്രീകരിച്ചും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടും കേരളത്തിൽ ശക്തമായി വേരോട്ടം നടത്തിയ ലഹരി മാഫിയകളെ പിഴുതെറിയാൻ നമ്മുടെ പോലീസ് സേനയ്ക്ക് കഴിയും എന്ന തോന്നൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമാണ്. ഇത് വെറും പോലീസ് റെയ്ഡല്ല, മറിച്ച് ലഹരിക്കെതിരായ യുദ്ധമാണ് എന്ന് ആഭ്യന്തരമന്ത്രി വിശദീകരിക്കുന്നു. എന്നാൽ ലഹരി മാഫിയയുടെ വേരിറക്കണമെങ്കിൽ മാഫിയ തലവന്മാരെ തന്നെ പിടികൂടണം, സാമ്പത്തിക ഉറവിടങ്ങൾ കണ്ടെത്തണം. ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും ശക്തമായ ആഭ്യന്തര സുരക്ഷാ പദ്ധതി തന്നെ. കേരളത്തെ മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കി മാറ്റുകയെന്നതാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. മറുവശത്ത് പെരുമ്പാവൂർ അടക്കമുള്ള ചില മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തുന്ന ശക്തമായ റെയ്ഡുകൾ കേരളത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അതിഥി തൊഴിലാളികൾ കൂടുതലായുള്ള മേഖലയിൽ മിന്നൽ വേഗത്തിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ നടപടി. പോലീസ് നടത്തിയ പരിശോധനകളുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പെരുമ്പാവൂരിൻ്റെ മുക്കും മൂലയുമൊക്കെ അരിച്ചുപെറുക്കുന്നതും ലഹരി പദാർത്ഥങ്ങൾ കൈവശം വെച്ചതിന് ആളുകളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്നതുമൊക്കെ വീഡിയോയിലുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു കമൻറ്റ് കുറിച്ചു. പെരുമ്പാവൂർ തൂഫാനടിച്ചോ എന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യം. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിൽ തൂഫാൻ ഇൻ്റലിജൻസ് എന്ന പേരിൽ ഒരു സംഘത്തെ മയക്കുമരുന്നിൻ്റെ ഉറവിടം കണ്ടെത്താനായി മാത്രം ഇതിനകം നിയോഗിച്ചു. മയക്കുമരുന്നിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായി അവ നശിപ്പിക്കാൻ കഴിയൂ. മയക്കുമരുന്ന് വിപണനവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാം. 9497979794 എന്ന ഫോൺ നമ്പറിൽ ഇതിനു വേണ്ടി ബന്ധപ്പെടാം. ഓപ്പറേഷൻ തൂഫാൻ എന്ന കൊടുങ്കാറ്റ് ഇപ്പോഴും തുടരുന്നു. മറുവശത്ത് ലഹരി മാഫിയ വീഴുന്ന കാഴ്ചകൾ നമ്മെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു. ഒരു ലഹരിമുക്ത കേരളത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.